ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു മീറ്റിംഗ് നടന്നത്. മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കുന്ന ഹൈ പവർ കമ്മിറ്റിയും ദേവസ്വം ബോർഡും ഒന്നിച്ചിരുന്നിട്ട് ചെയർമാനെ വിളിച്ചില്ല, പക്ഷേ ബാക്കി അംഗങ്ങളെല്ലാം ഉണ്ടായിരുന്നു. എന്താണ് മാസ്റ്റർ പ്ലാൻ കമ്മിറ്റി പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ, അതിൽ ദീർഘകാല പ്രാധാന്യമുള്ളതുകൊണ്ട് നമുക്ക് അടുത്ത വർഷത്തേക്ക് പ്രാധാന്യമുള്ളതുണ്ട്. അപ്പോൾ ഇതിനെ ഒരു പ്രയോറിറ്റൈസ് ചെയ്യുക എന്നുള്ളതായിരുന്നു പ്രധാന ഉദ്ദേശം. അപ്പോൾ നിലയ്ക്കൽ, പമ്പ, സന്നിധാനം ഈ 3 സ്ഥലത്തും മാസ്റ്റർ പ്ലാൻ കമ്മിറ്റിയുടെ പരിഗണനയിലുള്ള വിഷയങ്ങൾ എന്താണ്, അതിൽ നമുക്ക് അടിയന്തരമായിട്ട് നടപ്പിലാക്കേണ്ടത് ഏതൊക്കെ. അപ്പോൾ അങ്ങനെ ആ അടിസ്ഥാനത്തിൽ പിന്നെ അവർക്ക് ഒരുപാട് പദ്ധതികളുണ്ടല്ലോ. അതിലിപ്പോൾ അടിസ്ഥാനപരമായി അടുത്ത വർഷത്തെ തീർത്ഥാടനത്തിൽ ഗുണപരമായിട്ട് വ്യത്യാസങ്ങൾ വരണമെങ്കിൽ എന്തൊക്കെ വേണം. ഏറ്റവും പ്രധാനമായിട്ട് നിലയ്ക്കലിൽ കുറച്ചുകൂടെ ക്രമീകരണങ്ങളും നിയന്ത്രണങ്ങളും വന്നെങ്കിലും സൗകര്യങ്ങളും വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെ ശാസ്ത്രീയമായിട്ടൊന്ന് പുനഃസംഘടിപ്പിക്കാൻ പറ്റൂ. എന്ന് വെച്ചാൽ നിലയ്ക്കലിൽ വരുന്ന ആളുകൾക്ക് അവിടെ സന്തോഷമായിട്ട് ഇരിക്കാൻ സാധിക്കണം, കുറച്ചേറെ നേരം ഇരിക്കണമെങ്കിലും ബുദ്ധിമുട്ടില്ല എന്നുള്ള തരത്തിൽ ഇരിക്കാൻ സാധിക്കണം. അവരുടെ ബസ് പാർക്ക് ചെയ്യാനും കാർ പാർക്ക് ചെയ്യാനുമുള്ള സൗകര്യങ്ങൾ ഉണ്ടാവണം. നിങ്ങൾക്ക് ഇത്ര സമയം കൊണ്ട് ഇവിടുന്ന് പോയാൽ ഇത്ര സമയം കൊണ്ട് നമുക്ക് തൊഴുത് വരാൻ പറ്റുമെന്നുള്ള ഇൻഫർമേഷൻ കൊടുത്തുകൊണ്ടിരിക്കണം. പോലീസും ദേവസ്വം ബോർഡും എല്ലാവരും കൂടെ ചേർന്നുള്ളൊരു കൺട്രോൾ റൂം അവിടെ ഉണ്ടാവണം, കൺട്രോൾ ഉണ്ടാവണം. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. അപ്പോൾ അത് 18 കോടിയാണെന്ന് തോന്നുന്നു, കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് ടെൻഡർ ചെയ്ത് വച്ചിരിക്കുകയാണ്. അത് അവാർഡ് ചെയ്തിട്ടില്ല. അതിപ്പോൾ അത് മുമ്പോട്ട് പോകണം എന്നുള്ളൊരു തീരുമാനത്തിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് സർക്കാർ കൊടുക്കുന്ന കാശാണെന്ന് തോന്നുന്നു. അപ്പോൾ അത് മുമ്പോട്ട് പോവുക. പിന്നെ പമ്പയിൽ വലുതായിട്ടൊന്നും ചെയ്യാനില്ല എങ്കിൽ പോലും അടിയന്തരമായിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങൾ, പൊളിച്ച് കളയേണ്ട ചില കെട്ടിടങ്ങൾ, പുതുതായിട്ട് കെട്ടുന്ന കെട്ടിടങ്ങളുടെ ചില നിയന്ത്രണങ്ങൾ. അവിടെ ഇപ്പോൾ ഒരു കെട്ടിടം ആർക്കും പ്രയോജനമില്ലാതെ ഇരിക്കുന്നുണ്ട്, അത് മാറ്റി നമുക്ക് എംപ്ലോയീസിന് താമസിക്കാൻ കൊടുക്കാമോ. പമ്പയിൽ ആരെയും അങ്ങനെ താമസിപ്പിക്കാൻ അനുവദിക്കാതിരിക്കുക. പമ്പ ഒരു ട്രാൻസിറ്റ് ക്യാമ്പ് പോലെ നിർത്തുക എന്നുള്ളതാണ്. പിന്നെ അവിടെ കൂടുതൽ എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആക്കാനായിട്ട് കൂടുതൽ ഗ്രീനറി പമ്പയിൽ വയ്ക്കണം എന്നുള്ളതാണ് മാസ്റ്റർ പ്ലാൻകാർ പറയുന്നത്. അത് ഞങ്ങൾ സമ്മതിച്ചിരിക്കുകയാണ്, അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ പമ്പ കുറച്ച് ക്രമീകരിക്കാൻ മാത്രമേ സാധിക്കുള്ളൂ. പിന്നെ പമ്പയിലൊരു സ്യൂവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്, ഇപ്പോൾ അവിടെ കെമിക്കൽ കൊണ്ട് നടത്തുന്ന സ്യൂവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റാണ്. അത് മാറ്റി ബയോളജിക്കലായിട്ടുള്ള ആധുനികമായിട്ടുള്ള ഒരു സ്യൂവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് 3.5 MLD സ്യൂവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് സ്ഥാപിക്കണം എന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അത് 1 വർഷം കൊണ്ട് നടക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ മുമ്പോട്ട് പോകാൻ തീരുമാനിക്കുകയാണത്. ഇത് പ്രയോറിറ്റൈസ് ചെയ്യാണ്. പിന്നെ സന്നിധാനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ക്യൂ കോംപ്ലക്സുകൾ കെട്ടിയല്ലോ, പക്ഷേ ക്യൂ കോംപ്ലക്സുകൾ ആൾ ഉപയോഗിക്കുന്നില്ല. ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ആളുകളിപ്പോൾ ഈ മറ്റേ ശരംകുത്തിയിൽ നിന്ന് വളരെ അപകടകരമായ സ്ഥിതിയിലാണെങ്കിൽ ക്യൂ നിന്നാലും തിരക്കേടില്ല, ഇതിനകത്ത് പോയി ഇരിക്കില്ല എന്നുള്ള വളരെ ഒരു വിചിത്രമായിട്ടുള്ള ഒരു സ്വഭാവം അവിടെ ഉണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് പരിശോധിച്ചപ്പോൾ ഒരു ക്യൂ കോംപ്ലക്സിനകത്ത് കയറി നമ്മൾ ഇരുത്തി കഴിഞ്ഞാൽ അവരുടെ മുമ്പേ കൂടെ കുറേ പേര് അടുത്ത കോംപ്ലക്സിൽ പോയിരിക്കും. ഇവരുടെ വിചാരം ഞങ്ങളിവിടെ ഇരിക്കുകയും ബാക്കിയുള്ളവർ നമ്മളെക്കാളും മുമ്പേ പോവുകയും ചെയ്തു. അപ്പോൾ അത് മാറ്റിക്കൊണ്ട് ഇവിടെ കൂടുതൽ സൗകര്യങ്ങൾ കൊടുത്ത് നല്ല ഡിസ്പ്ലേ ബോർഡും അനൗൺസ്മെൻറ്റുകളും വയ്ക്കുക. ദാറ്റ് ഈസ് നിങ്ങൾക്ക് ഇത്ര സമയത്ത് ദർശനം കിട്ടും, നിങ്ങളുടെ കോംപ്ലക്സ് ഇത്ര സമയത്ത് തുറക്കും. ഇത്തരം കാര്യങ്ങൾ വളരെ സുതാര്യമായിട്ടുള്ള ആശയവിനിമയത്തിലൂടെ ക്യൂ കോംപ്ലക്സ് നന്നാക്കി കഴിയുമ്പോഴത്തേക്ക് ഈ 18 ക്യൂ കോംപ്ലക്സിലുമായിട്ട് ആളുകൾ കുറച്ചു നേരം ഭംഗിയായിട്ട് വിശ്രമിക്കും. അവർക്ക് നമ്മൾ ഭക്ഷണമൊക്കെ കൊടുത്ത് സുഖമായിട്ട് അവിടെ ഇരുത്തും. അപ്പോൾ ഇതിൻ്റെ ഒരു ഫെറ്റീഗ് ഓഫ് ദി ദർശനം അങ്ങ് മാറിക്കിട്ടുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടതും ബുദ്ധിമുട്ടുള്ളതുമായ ഒരു തീരുമാനമല്ല, ഒരു പ്രോജക്റ്റ് പരിഗണിച്ചത് എന്താണെന്ന് വെച്ചാൽ മാസ്റ്റർ പ്ലാൻ പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റാണ്. നിങ്ങൾക്കറിയാം, ശബരിമല കാണുന്നവർക്കൊക്കെ അറിയാം, അവിടെ മാസ്റ്റർ പ്ലാൻ പറയുന്നത് ആ ശ്രീകോവിലിനും 18ാം പടിയുടെ മുകളിൽ ശ്രീകോവിൽ, അവിടെ നാഗരുടെ ക്ഷേത്രം, ഗണപതി ക്ഷേത്രം, ആ തിരുമുറ്റത്ത് വേറെ ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഇതാണ് മാസ്റ്റർ പ്ലാൻ പറയുന്നതും ഭക്തജനങ്ങൾ പറയുന്നത്. എന്നാൽ ഇപ്പോൾ അവിടെ അങ്ങനെയല്ല. ഇടതുവശത്തേക്ക് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഓഫീസ്, രസീത് വിൽക്കുന്ന സ്ഥലങ്ങൾ, അതിനപ്പുറത്ത് മേൽശാന്തിയും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ താമസിക്കുന്നു, ഇപ്പുറത്ത് തന്ത്രി താമസിക്കുന്നു, കൂടെ അനുചരന്മാർ ഒരുപാട് പേരുണ്ട്, അതിന് താഴെ എക്സിക്യൂട്ടീവ് ഓഫീസർ താമസിക്കുന്നു. ഇതിൻ്റെയൊക്കെ ടോയ്ലറ്റുകളോട് കൂടി ഈ ക്ഷേത്രത്തിന് ചുറ്റും ആളുകൾ താമസിക്കുകയാണ്. ഇത് ഒരു കാരണവശാലും, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു കമാൻഡുണ്ട്, 12 കോലോ, ഈ അതിനുള്ളിൽ ഉള്ള സ്ഥലത്തൊന്നും വരാൻ പാടില്ല. അത് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രസരണ കേന്ദ്രമാണ്, അതിനകത്തൊന്നും ഇത് വരാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഇവരെ ഇത് മാറ്റണമെങ്കിൽ അത്ര എളുപ്പമല്ല. അതിന് പരിപാടിയൊക്കെ പദ്ധതിയൊക്കെ ഉണ്ട്. അത് വളരെ വലിയ പദ്ധതിയാണ്. എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഫേസ്ഡായിട്ട് നമുക്ക് ഈ താമസക്കാരെങ്കിലും അവിടെ നിന്ന് മാറ്റി ക്ഷേത്രത്തെ മോചിപ്പിക്കാൻ സാധിക്കുമോ. ക്ഷേത്രത്തിൻ്റെ അവിടെ ഒരു മേൽപ്പാലം ഉണ്ടല്ലോ,
മേൽപ്പാലം പാടില്ലെന്നാണ് മാസ്റ്റർ പ്ലാൻ പറയുന്നത്. ഇനി പോലീസുമായിട്ടൊക്കെ സംസാരിക്കണം. പക്ഷേ ഈ തന്ത്രിയെയും മേൽശാന്തിയെയും എക്സിക്യൂട്ടീവ് ഓഫീസറെയും ദയവ് ചെയ്ത് അയ്യപ്പനിൽ നിന്ന് കുറച്ച് മാറ്റാനുള്ള ഒരു ഏർപ്പാട് ചെയ്ത് അവർക്ക് താമസിക്കാൻ ഒരു സ്ഥലം കൊടുക്കുക. അവർക്കൊരു പാലം പോലെ വെച്ചിട്ട് ഇങ്ങനെ വന്നാൽ മതി. അത് 27-ാം തീയതി ഇതിൻ്റെ ആർക്കിടെക്റ്റിനെ കൂടെ ഇവിടെ വരാൻ പറഞ്ഞിട്ടുണ്ട്. സ്ഥലത്ത് പോയി നിന്നെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. വളരെ പ്രയാസമുള്ളൊരു സംഗതിയാണ്. കാരണം ഇവരെയൊക്കെ താമസിപ്പിക്കുകയും വേണം, അതേസമയത്ത് ഈ കൺസ്ട്രക്ഷൻ നടക്കുകയും വേണം. ഇതെല്ലാം 9 മാസത്തിനുള്ളിൽ നടക്കുകയോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ, പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതൊരു പ്രയോറിറ്റി ഐറ്റമായിട്ട് എടുക്കണം എന്നാണ് എൻ്റെ വിചാരം. കാരണം അത് ക്ഷേത്രത്തിൻ്റെ വിശുദ്ധിയെ ബാധിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ചെയ്തിരിക്കുന്നത്. പിന്നെ അവിടെ ഗാർബേജ് ഡിസ്പോസലിനുള്ള ചില പുതിയ ശാസ്ത്രീയമായിട്ടുള്ള ആശയങ്ങൾ വന്നു, അതും പരിശോധിക്കും. പൊതുവായിട്ട് ഇത്രയേ ഉള്ളൂ. നമ്മളവിടെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഈ വരുന്ന ഭക്തജനങ്ങളുടെ തീർത്ഥാടനത്തിൻ്റെ ഒരു ക്വാളിറ്റി, അതിൻ്റെ ഒരു ആത്മീയമായിട്ടുള്ളൊരു നിലവാരം വർദ്ധിപ്പിക്കാനും അവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനും സാധിക്കുന്ന തരത്തിൽ കുറേ കാര്യങ്ങൾ ചെയ്യാൻ ഈ വർഷത്തിൻ്റെ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇത് പറയുന്നത്. ഇനിയിപ്പോൾ ജനുവരി ആദ്യ വാരത്തിൽ നമ്മൾ ഹൈപ്പവർ കമ്മിറ്റി തന്നെ വയ്ക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. ചില കാര്യങ്ങൾ നിർണ്ണയിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു സ്ഥിതിയാണ്. അതാണ് ഇത്രയും പറയാനുള്ളത്. സ്പോൺസർമാരെ കണ്ടെത്തുന്നതിനെ പറ്റി തീരുമാനിച്ചില്ല. പക്ഷേ സർക്കാരിൻ്റെ ബജറ്റിലുള്ള പൈസ ആണ് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത്. ബജറ്റിലെ പൈസ റിലീസ് ചെയ്യാനോ പണത്തിന് സാമ്പത്തികമായി ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ ചില പ്രോജക്റ്റുകൾ നമ്മൾ വളരെ പ്രധാനപ്പെട്ട സ്പോൺസേഴ്സിനോട്, കോർപ്പറേറ്റ് സ്പോൺസേഴ്സിനോട്, ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്പോൺസേഴ്സിനോട്, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിൻ്റെ സ്പോൺസേഴ്സിനോട് അവരോടൊക്കെ പറഞ്ഞിട്ട് നേരിട്ട് നമ്മളുമായിട്ട് സംസാരിച്ച് 20 കോടി രൂപ ഈ പ്രോജക്റ്റ് നിങ്ങൾക്ക് തരാൻ പറ്റുമോ, അത് നമുക്ക് നേരിട്ട് ബോർഡുമായിട്ട് സംസാരിക്കാം. ഇടനിലക്കാർ എന്തായാലും ഈ സ്പോൺസർഷിപ്പ് പരിപാടിയിൽ ഇടനിലക്കാരുണ്ടാവുകയില്ല എന്ന് മാത്രം അസന്ദിഗ്ധമായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇനിയുള്ള സ്പോൺസർഷിപ്പ് എന്ന് പറയുന്നത് ഡയറക്റ്റായിട്ട് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്പോൺസേഴ്സുമായിട്ട് സംസാരിച്ച് ഇതാണ് ഞങ്ങളുടെ പ്രോജക്റ്റ്, ഇതിന് ഇത്ര രൂപ വേണം, നിങ്ങൾ ചെയ്തു തരുമെങ്കിൽ അങ്ങനെ, അല്ല നിങ്ങൾ പണം തന്നാൽ ഞങ്ങൾ ഇങ്ങനെ ചെയ്യും എന്ന് സുതാര്യമായിട്ട് ഇത് വലിയ പൈസയൊന്നും അല്ല. വാസ്തവത്തിൽ വലിയ കോർപ്പറേറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം 20 കോടി 25 കോടി ഒരു വലിയ തുകയല്ല. പക്ഷെ സുതാര്യമായി കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ഭംഗിയായിട്ട് ഇത് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് നമ്മുടെ വിശ്വാസം. സ്പോൺസർഷിപ്പുമായിട്ടുള്ള ബന്ധത്തിൽ ഞങ്ങൾക്ക് ഇടനിലക്കാരുടെ ആവശ്യമില്ല. അതിനെപ്പറ്റി ഇനി ഞാൻ പാട്ട് കേട്ടിട്ടില്ല. പാട്ട് ഞാൻ കേട്ടിട്ടില്ല. എനിക്കതിനെ പറ്റി ഒന്നും പറയാനില്ല. അത് ഞങ്ങളാരും അല്ല വിവാദമാക്കിയത്. We had a meeting of the master plan committee, that is high power committee, who is implementing the master plan along with the Travancore Devaswam board and its officers. Actually, there is a lot of convergence. The commissioner of the Devaswam board is the secretary of the master plan committee. Yet there are issues because these are two entities. Master plan committee looks after the master plan. We are Devaswam board. Therefore, there could be issues of convergence. So I thought that it is high time that we are on the same page. After all, the master plan committee is implementing a Shabarimala master plan. It is for Shabarimala. So it's all for us. They are actually helping the Travancore Devaswam board in bringing about positive changes in Shabarimala according to a master plan. Basically, master plan insists on certain environmental discipline, certain architectural discipline. It lays down certain guidelines which is good for the future of Shabarimala. So we are bound to obey the guidelines of the master plan. We only wanted to prioritize what are the projects master plan committee is trying to do, what are their constraints, and what are the priorities of the Devaswam board also. Of course, a project which will be completed in 3 years, which is good enough, but then that is not my priority for the pilgrimage of 26-27. Maybe in the short term we have certain priorities. We have to improve the quality of pilgrimage. We have to improve the hygiene of the place. We have to offer more facilities. We have to improve Nilakal as a proper base camp. These are the immediate priorities. So we had a detailed discussion and finally came to certain projects which will be taken up for implementation straight away. In fact, I have asked some of the architects to come to Shabarimala on 27 so that we could on ground identify the places, issues and all that. The gist of the changes that we propose to do is basically to enhance the facilities at Nilakal. Basically, Nilakal, I think there is a core area development project, as they call it, which will take care of car parking, the movement of the pilgrims, pick-up points. All facilities of the pilgrims will be taken care of. The core area development is taken up. I think it's an 18 crore project.
Then we have some problems in Pamba. It doesn't require much money, but then we also have to go by the discipline. Then the queue complexes which we constructed earlier are not properly used because pilgrims have their own apprehensions. We want to remove it, have a good communication strategy by which on the screen they will be shown that, look, you are in such and such queue, by such and such time you will be released. You will be allowed to go to the darshan. I think that communication is important. Then finally at the Sannidhanam, we want to get that Sri Govil and the Tirumuttam devoid of all other constructions. That has always been this thing because Tandri stays there, executive officer stays there, Elshanti stays there. A lot of people are staying in and around the temple and using the toilet facilities, which is a very bad thing, which we want to get rid of all these, remove these structures. But then it is a very intricate job. We have to provide them first the accommodation, then demolish it. So we are doing a site inspection on 27th. We will work out an action plan. Money is not much of a constraint because government has provided budget. If at all we have any shortage of money, I think we will go to sponsors, institutional sponsors directly. We will not go through any kind of backdoor middlemen. Middlemen are totally out of the picture. In fact, there is no middleman. Once we know that what is our demand, we can approach institutions saying that there is a project, would you like to sponsor? These are the terms and conditions. Would you like to construct or would you like to entrust in the construction? If so, what are the terms and conditions of payment of money? I think these are all done everywhere. This is not a new thing. This is the way it has to be done. We will have to correct this perception that every sponsorship is a very sort of behind the scene operation. Not at all. Straight away we will operate. And we want good institutional sponsors to come to Sabarimala. Who can afford 20 crores or 25 crores? We do not require thousands of crores. For example, all the great projects that we thought about today will require only less than 100 crores. In a country like India and for a shrine like Sabarimala, getting 100 crores for important projects is not much of a deal. We can talk to people, convince them, they will come forward, provided they are convinced that it will be done properly. And I think that is our responsibility. The Devaswam Board takes upon that responsibility. We will go to good sponsors and get it done. This is the new change in the ethos of approach to sponsorship. There was the Sabarimala has been an eye of controversy for the last few months at least. So do you think that this year's pilgrimage has affected in any way? Not at all, not at all. I think the number of pilgrims has increased. Maybe they were also anxious. If something gone wrong in Sabarimala, they came to verify that and they are happy. Now pilgrims are returning very happily because they have a very comfortable darshan and things are under control, perfectly under control, and people know that nothing drastic has taken place in Sabarimala. Of course, unwanted things must have taken place. That is beside the point. Sabarimala goes on as it is and the shrine is as powerful as ever. People are so happy. Next year I want to provide much better facilities to the pilgrims. I don't want them to be tied up in ropes and all.